അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയോട് പരാജയപ്പെട്ട സ്മൃതി ഇറാനി കട്ടക്കലിപ്പിലാണിപ്പോൾ. ശരിക്കും ജനം അടിച്ചോടിച്ച അവസ്ഥയിലാണ്. സ്വപ്നത്തിൽ പോലും പരാജയം കാണാതിരുന്ന സ്മൃതി ഇറാനി ശരിക്കും ഞെട്ടി. ഇതിനകം തോറ്റവരെയും മത്സരിക്കാതെ മാറി നിന്ന നിർമ്മല സീതാറാമിനെയും വീണ്ടും മന്ത്രിക്കസേരയിലേക്ക് ആനയിച്ചു. മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ നാവായിരുന്ന സ്മൃതി തന്നെ പരിഗണിക്കാതിരുന്നത് സഹിച്ചില്ല. ഒപ്പം രാഹുൽ ഗാന്ധി രണ്ടിടത്തും വിജയിച്ചതും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിയതും ദഹിച്ചില്ല. അപ്പോഴാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ നാവായി വീണ്ടും സ്മൃതി ഇറാനിയെ കൊണ്ടുവരാൻ നീക്കം നടക്കുന്നത്. സ്മൃതിക്ക് BJPയുടെ അധ്യക്ഷ പദവി നൽകി വീണ്ടും സജീവമാക്കാനാണ് നീക്കം. നിലവിലെ BJP അധ്യക്ഷൻ JP നദ്ദ മൂന്നാം മോദി മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയാണ് നദ്ദ മന്ത്രിയായതോടെ പാർട്ടിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ BJP വൈകാതെ തിരഞ്ഞെടുക്കും. നിലവിൽ ദേശീയ പ്രസിഡന്റായി സ്മൃതി ഇറാനിയുടെ പേര് സജീവ പരിഗണനയിലുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വന്നാൽ ഇതാദ്യമായിരിക്കും പാർട്ടിക്ക് വനിതയായ ദേശീയ പ്രസിഡന്റ് ഉണ്ടാവുക. സ്മൃതി ഇറാനിക്ക് പകരം മൂന്നാം മോദി മന്ത്രിസഭയിൽ ജാർഖണ്ഡിൽ നിന്നുള്ള BJPയുടെ പിന്നാക്ക നേതാവ് അന്നപൂർണ ദേവിയെയാണ് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. 2019 അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി 5 വർഷത്തിന് ശേഷം കനത്ത ആത്മവിശ്വാസവുമായി പോരിനിറങ്ങിയപ്പോഴാണ് വൻ തിരിച്ചടി അറിഞ്ഞത്. ഈ 5 വർഷം രാഹുലിന് പിന്നാലെ നടന്ന വീമ്പ് പറച്ചിലായിരുന്നു സ്മൃതിയുടെ പ്രധാന ജോലി. സ്മൃതിയുടെ സങ്കടം തീർക്കുന്നതിലൂടെ വീമ്പ് പറച്ചിലിന്റെ നാവ് വീണ്ടും രംഗത്തിറക്കുകയാണ് BJP.